ഹായ് ഇസ്മി ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലാക്ക് ടേബിൾ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈവ് ഫസ്റ്റ് കോപ്പൺ ഓൾവേസ് പോസിറ്റീവായി. റെസിൽമേനിയ 41 Day 2 അങ്ങനെ ജോൺ സീന 17 ടൈം ചാമ്പ്യൻ ആയിരിക്കുകയാണ്. അതൊരു റെക്കോർഡാണെന്ന് പറയാം. കാരണം WWE ഏറ്റവും കൂടുതൽ WWE ചാമ്പ്യൻഷിപ്പ് വിജയിച്ച റിക് ഫ്ലെയറിൻ്റെ പേരിലായിരുന്നു റെക്കോർഡ്. 16 തവണയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്തുകൊണ്ട് ജോൺ സീന ഇന്ന് 17 ടൈം ചാമ്പ്യനായി. കോഡി റോഡ്സിനെ തോൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ചാമ്പ്യനായത്. അതൊരു സന്തോഷം ഉളവാക്കുന്ന കാര്യമായിരുന്നു. കാരണം അദ്ദേഹം ജയിക്കണമെന്നായിരുന്നു മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് തന്നെ. കാരണം ചെറുപ്പം തൊട്ടേ നമ്മുടെ ചൈൽഡ്ഹുഡ് ഹീറോ ആയിരുന്നു. ചെറുപ്പം തൊട്ട് ഇങ്ങനെ കാണുന്ന ഒരു റെസ്ലർ. പക്ഷേ മൊത്തം റെസിൽമേനിയ നോക്കുമ്പോൾ ഒരു ആവറേജ് അല്ലെങ്കിൽ അതിനും താഴെ ഒരു റെസിൽമേനിയ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ജോൺ സീന ജയിച്ചുവെങ്കിലും ആ ഒരു മാച്ച് അവർ കുളവാക്കിയെന്ന് പറയാം. കാരണം ആ ഒരു മാച്ച് അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു മാച്ചായിരുന്നു. ജോൺസിനെ എങ്ങനെയും ജയിപ്പിക്കണം, അല്ലെങ്കിൽ ആ തരത്തിലൊരു അടിപൊളി മാച്ച് കൊടുക്കാതെ വെറും ഒരു ഞാൻ പറയുന്ന ഒരു ആവറേജിന് താഴെയുള്ളൊരു മാച്ചായിട്ടാണ് ജോൺസിന കോഡി റോഡ് മാച്ചിനെ എനിക്ക് തോന്നിയത്. അത്ര ഒരു ഇൻട്രസ്റ്റഡ് ആയിട്ട് അത് തോന്നിയില്ല. അതോടൊപ്പം ഇന്നത്തെ മൊത്തത്തിൽ നോക്കുമ്പോൾ Day 2 മൊത്തത്തിൽ നോക്കുമ്പോൾ റാൻഡി ഓർട്ടൻ്റെ ആ സെഗ്മെൻറ്റ്, അല്ലെങ്കിൽ റാൻഡി ഓർട്ടനും TNA വേൾഡ് ഹെവി ചാമ്പ്യനായ ജോയ് ഹെൻറി, അദ്ദേഹത്തിൻ്റെ ആ ഒരു എൻട്രി വളരെ നന്നായിരുന്നു. ആ ഒരു മാച്ച് കൊള്ളാമായിരുന്നു. പിന്നെ ബെക്കി ലിഞ്ചിൻ്റെ റിട്ടേൺ കൊള്ളായിരുന്നു. അതോടൊപ്പം ഡൊമിനിക് മിസ്റ്റീരിയോ ചാമ്പ്യനായതും അതോടൊപ്പം ആ ഫേറ്റൽ 4-way മാച്ച് വളരെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഇത്രയും കുറച്ച് മാച്ചുകളൊക്കെ കുറച്ച് ഇതുളവാക്കിയെങ്കിലും മെയിൻ ഇവൻ്റ് ഒട്ടേറെ പ്രതീക്ഷിച്ചിരുന്നു. കാരണം Day 1 മെയിൻ ഇവൻ്റ് എന്ന് പറയുന്നത് നല്ല ലെവലിലായിരുന്നു അവസാനിച്ചത്. അത് കണ്ടപ്പോൾ വല്ലാതെ ഹൈപ്പ് കയറിയിരുന്നു. Day 2 നല്ലതായിരിക്കുന്നു. പക്ഷേ മെയിൻ ഇവൻ്റ് എന്ന് പറയുന്നത് കുളവാക്കി. ജോൺസിനെ ജയിച്ചെങ്കിലും ആ ഒരു മാച്ച് വെറുതെ ബോറാക്കി കളഞ്ഞു എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാനൊക്കെ ഓർത്തത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ റോമൻ റെയിൻസ് കോഡി റോഡ്സിലെ പോലെ ഇൻ്റർഫീരിയൻസ് ഒക്കെ വരുമെന്നാണ് ഓർത്തത്. പക്ഷേ റെസ്ലേഴ്സ് ആരും വന്നത് വേറൊരാളാണ്. അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ജോൺസിനെ വിജയിച്ചത്. ഒരു ഹീൽ ക്യാരക്ടറാണ് ജോൺസിനെങ്കിലും നമുക്കത് സന്തോഷം ഉളവാക്കിയെങ്കിലും മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ പ്രാവശ്യത്തെ റെസിൽമേനിയ എന്നത് വളരെ ശോകമായിട്ടാണ് എനിക്ക് തോന്നിയെന്ന് പറയാം. Day 2 അടിപൊളി Day 1 ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ആ സെത്ത് റോളൻസിൻ്റെ ആ ഒരു മൂവ്മെൻറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് കണ്ടപ്പോൾ ഏതായാലും Day 2 മെയിൻ ഇവൻറ്റിൽ എന്തെങ്കിലുമൊക്കെ സർപ്രൈസുകൾ കാണുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമുക്കത് തോന്നിയില്ല. അപ്പോൾ അതുപോലെ സ്റ്റോൺ കോൾഡ് വന്നു. എല്ലാ റെസിൽമേനിയനും വരുന്നതാണ്. സ്റ്റോൺ കോൾഡ് വന്നെങ്കിലും നമുക്കതൊരു ഇതായിട്ട് തോന്നിയില്ല. എന്താണെന്നറിയില്ല, ഈയിടെയായിട്ട് WWE പഴയ പോലെ സ്ക്രിപ്റ്റ് കാര്യങ്ങളോ അല്ലെങ്കിൽ പഴയ പോലുള്ള ഇതൊന്നും വരുന്നില്ല എന്നാണ്. ട്രിപ്പിൾ എച്ചിൻ്റെ കസ്റ്റഡിയിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ മൊത്തം ബോറിംഗ് ആയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഏതായാലും ഒരു കാര്യത്തിൽ സന്തോഷമായി. കോഡി റോഡ്സിനെ ചാമ്പ്യൻഷിപ്പ് പോയത് വളരെ നന്നായി എന്നാണ് തോന്നുന്നത്. കാരണം കോഡി ഒരു ബോറിംഗ് ചാമ്പ്യനായിരുന്നു. ചാമ്പ്യനായി കഴിഞ്ഞപ്പോൾ തൊട്ടേ ഒരു കളിപ്പാവയെ പോലെയാണ് എനിക്ക് അദ്ദേഹം ചാമ്പ്യൻഷിപ്പും കൊണ്ട് നടക്കുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഒരു ഇതായിട്ടാണ്. ഏതായാലും റെസിൽമേനിയ അങ്ങനെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ജോൺസിന ചാമ്പ്യനായിരിക്കുന്നു എന്നതിലുപരി ഈ റെസിൽമേനിയ എന്ന് പറയുന്ന ജോൺസിനയുടെ ഒരു ചാമ്പ്യൻഷിപ്പും അതോടൊപ്പം സെത്ത് റോളൻസിൻ്റെ ആ ഒരു മൂവ്മെൻറ്റും മാത്രമേ നമുക്കൊരു ഇൻട്രസ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ തോന്നിയുള്ളൂ എന്ന് പറയാം. Day 1 മെയിൻ ഇവൻറ്റിനെ വെച്ച് നോക്കുമ്പോൾ Day 2 മെയിൻ ഇവൻറ്റ് വളരെ ബോറായിരുന്നു. ജോൺസിനെ ജയിച്ചെങ്കിലും മാച്ച് വളരെ ബോറായിട്ടാണ് തോന്നിയത്. ഒരു ആവറേജിനും താഴെയുള്ളൊരു മാച്ചായിട്ടാണ് തോന്നിയത്. അങ്ങനെ റെസിൽമേനിയ 41 അവസാനിച്ചിരിക്കുന്നു. ഒരു പതിപോലല്ലാതെ നിരാശപ്പെടുത്തിയ ഒരു റെസിൽമേനിയ ആയിരുന്നു ഈ പ്രാവശ്യത്തെ റെസിൽമേനിയ എന്ന് പറയാം. റെസിൽമേനിയ 42 അടുത്ത വർഷം നടക്കും. അത് നന്നാവുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.